ഹായ് ഫ്രണ്ട്സ്, അതെ, ഒരു സ്റ്റിച്ച് ഉപയോഗിച്ച് നമുക്ക് ഫ്ലവറും ലീഫും ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആ സ്റ്റിച്ചിൻ്റെ പേരാണ് ലേസി ഡേസി. ഈസി ആയിട്ടുള്ള സ്റ്റിച്ചാണ്. അത് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ചെയ്യാം. നമ്മുടെ ചെയിൻ സ്റ്റിച്ച്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്തേ അതുപോലെ സ്റ്റിച്ച് എടുത്തു. എന്നിട്ട് താഴത്തേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാതെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്കായിട്ട് താഴത്തേക്ക് ഇറക്കി ഒരു ലൂപ്പ് എടുത്തു. മനസ്സിലായോ? ഒന്നും കൂടി നോക്കിയൊക്കെ ഞാനൊരു 3 പെറ്റൽസ് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് മനസ്സിലാവും. നമുക്ക് ഈ സ്റ്റിച്ച് പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഒരു ഫ്ലവർ തയ്ക്കാം കേട്ടോ. നമ്മുടെ സാരീസിലായാലും കുർത്തീസിലായാലും എവിടെയാണ് വേണ്ടത്, കർച്ചീഫ് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാണ്. ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എംബ്രോയ്ഡറി ആയിട്ട് അത് വരും. നിങ്ങൾക്ക് കുട്ടികളുടെ ഉടുപ്പിൽ അതൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ ലേസി ഡേസിയുടെ സ്റ്റിച്ച് വന്നത്? മനസ്സിലായോ? ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റിച്ചും കൂടി നമ്മൾ കയറ്റാണ്. ഇതേപോലെ തന്നെ വരണേ. ആ സ്റ്റിച്ചിൻ്റെ പേരാണ് ഡബിൾ ലേസി ഡേസി. ലേസി ഡേസി പോലെ തന്നെയാണ് ആ സ്റ്റിച്ച്. അതേപോലെ നമ്മൾ താഴേന്ന് കുത്തിയെടുക്കുന്നു. കുത്തിയെടുത്തിട്ട് ഇതാ കണ്ട നമ്മുടെ ലൂപ്പില്ലേ, ആ ലൂപ്പിൽ കൂടെ നമ്മൾ ആ സൂചി കയറ്റി ഇറക്കാണ്. അപ്പോൾ നമ്മൾ ഈ താഴത്തേക്ക് കുത്തി ഇറക്കണില്ല, പകരം അതിൽ കൂടെ കയറ്റി ഇറക്കി. കണ്ടല്ലോ? എന്നിട്ട് ഇവിടെ വന്ന് അത് നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങി അവിടെ തന്നെ കുത്തി താഴേക്ക് ഇറക്കുന്നു. കണ്ടോ? അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡബിൾ ഷെയ്ഡായിട്ട് ഒരു പെറ്റൽ വരാം. ഉള്ളിലേക്ക് ഇത്തിരി തിക്നെസ് ഫീൽ ചെയ്യും. ഒരു ഭംഗിയുള്ള ഒരു കളറായി വന്നു. അത് യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷൻ എപ്പോഴും നല്ലതാണല്ലോ. ഒന്നും കൂടി നോക്കി കണ്ട വീഡിയോ കാണുമ്പോൾ മനസ്സിലാവണില്ലേ അത്? അതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ താഴത്തേക്ക് ഇറക്കി. അപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ പേരാണ് ഡബിൾ ലേസി ഡേസി. അപ്പോൾ ഇത് നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള ഷെയ്ഡിൽ കൊടുക്കാം. രണ്ടും സെയിം കളറായിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, രണ്ടും ഡിഫറെൻറ്റ് കളറായിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡിൽ കൊടുക്കാം. അപ്പോൾ വേറൊരു ഭംഗി. അങ്ങനെ പല രീതിയിലും കൊടുക്കാം. ഇപ്പോൾ സാരീസിലൊക്കെ ഇതുപോലത്തെ കുറേ ഫ്ലവേഴ്സ് കൊടുത്ത് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് വെച്ച് ചെയ്താൽ ഞാനൊരു ഫ്ലവർ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ചെയ്താൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ്. അതൊന്നും ഞാനിപ്പോൾ കാണിച്ചു തരാം. അതെങ്ങനെയുണ്ടെന്ന് നോക്കുക. അതിന് തന്നെ ലീഫും ഞാൻ കൊടുത്തിട്ടുണ്ട് ഗ്രീനായിട്ട്. ഇതേ സ്റ്റിച്ച് ഉപയോഗിച്ച് തന്നെ ലീഫും ചെയ്തിരിക്കുന്നത്. കൊള്ളാമോ? അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നു എല്ലാവർക്കും താങ്ക് യു. യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.